നമ്മുടെ സിനിമാ നടൻ മുകേഷും അതുപോലെ അശ്വതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഭയങ്കര കത്തി ജ്വലിച്ച് ഇരിക്കുകയാണ്. ഒരു ചാനലിൽ അത് 3 പാർട്ടായിട്ട് ഈ മുകേഷിൻ്റെ അശ്വതിയുടെയും തമ്മിലുള്ള കുൽസിത ഫോൺ കോള് വൈറലായിട്ട് കൊണ്ടിരിക്കുകയാണ്. മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പല പ്രശ്നങ്ങളിൽ നേരത്തെ പെട്ടിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അദ്ദേഹം ഒരു സ്ത്രീ ലംബടനായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ഇയാളൊരു ഭയങ്കര പൊതുപ്രവർത്തനവുമായിട്ടൊക്കെ നടക്കുന്ന ആളാണ്. പക്ഷെ എന്തിനാണ് ഇയാൾ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സൈസ് സ്ത്രീ വിഷയങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നാൽ പിന്നെ ഈ ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് മുമ്പോട്ട് നടക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ സേവിക്കേണ്ട മനുഷ്യന്, ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ആളാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മുതിരുന്നത്. ഇദ്ദേഹത്തിന് സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമുള്ള കക്ഷിയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കുറച്ച് നാൾ മുമ്പത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ മിന്നാമിന്നി ചേച്ചിയെ, മിന്നു എന്ന് പറയുന്ന മിന്നാമിന്നി ചേച്ചീനെ ആയിട്ട് ഈ മുകേഷ് ഇതുപോലൊരു വിഷയത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇവരെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ ദിവസം അവർ അതിൻ്റെ തെളിവൊക്കെ ആയിട്ട് ഇങ്ങനെ കോടതിയെ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തെളിവെന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റിങ് അങ്ങനെ എന്തോ ആയിട്ടുള്ള വിഷയമാണ് ഇവർ തെളിവ് സഹിതം കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോഴാണ് അതുപോലെ തന്നെ അശ്വതി എന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള ഫോൺ കോള്, അതും ഇതുപോലെ തന്നെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഭയങ്കര ഫോൺ സംഭാഷണമാണ്. വരുന്നില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ ആദ്യമേ ഒരു ആക്ടറായിട്ടുള്ള സരിതെ വിവാഹം കഴിച്ചു. അതിൽ 2 ആൺമക്കളുണ്ട്. അതിലെ മൂത്ത മകൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ മകനൊക്കെ ഇയാളുടെ എന്തോ ഒരു സ്ത്രീ വിഷയമായിട്ട് കേസ് അറിഞ്ഞ് കയ്യോടെ പൊക്കിയ ചരിത്രമുണ്ട് ഇയാൾക്ക്. അങ്ങനെ കേട്ടറിവുണ്ട്. മാധ്യമങ്ങളിൽ വന്ന ഒരു ന്യൂസ് ഞാൻ കേട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഇയാൾ അടുത്ത കാലത്ത് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. നർത്തകിയാണ്. നല്ലൊരു സ്ത്രീയൊക്കെ തന്നെയായിരുന്നു. ഈ സൈസ് സ്വഭാവം കാരണം ഇതിനെ ഉപേക്ഷിച്ചു. ഇതിപ്പം എങ്ങനെ ഡ്രസ്സ് മാറുന്നത് പോലെ പെൺകുട്ടികളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈസയുണ്ട്, ആവശ്യത്തിന് സാമ്പത്തികമുണ്ട്, അതുകൊണ്ട് പൈസ കൊടുത്ത് അങ്ങനെ പോകാമല്ലോ. ഇപ്പം എന്നും ഒരു തമാശയ്ക്ക് ഇപ്പം ഒരു ന്യൂജൻ വാക്കാ, എന്നും ചോറ് കഴിച്ചാൽ മതിയോ, ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കണ്ടേ, ആ രീതിയിലാണ്. കുറേ ദിവസം കഴിയുമ്പം ഈ കൂടുതലുള്ള ഭാര്യയൊക്കെ മടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കിന് വേറെ ആളുകളെ തേടി നടക്കുന്ന അങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്ന് മുകേഷിനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് പല പ്രശ്നങ്ങളാണ് ഇയാളെക്കുറിച്ച് വന്നിരിക്കുന്നത്. തനി പറഞ്ഞാൽ ഒരു സ്ത്രീലമ്പടൻ തന്നെയാണ്. അങ്ങനെ അന്നേരം ഇയാളുടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ അശ്വതിയുമായിട്ടുള്ള ഫോൺ കോള് ഭയങ്കര മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ക്രൈം ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ കോൾ. അത് 3 തവണയായിട്ടാണ്. ആ 3 എണ്ണം കൂടെ ഇവരുടെ സംസാരം ഞാൻ ഒന്നിപ്പിച്ചെടുത്തിട്ട് അത് ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. അത് എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക. മുകേഷൊക്കെ ഇന്നലെ രാത്രി വലിയ വിളിച്ചത്, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നടുത്ത് ഇപ്പുണ്ട്. ഹലോ, ഒരു 10 മിനിറ്റ് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഓഫീസില്. ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം പാടാണ്. രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇന്നലെ ഒന്ന് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. വൈകുന്നേരം 5:15 കഴിയുവാണ്.
അഞ്ചേകാല് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ മറ്റേ എപ്പോഴെങ്കിലും ആവട്ടെ കേട്ടോ. ശരി. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടാ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വരെ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ അത് ഭയങ്കര പരിഗണന. അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണി അങ്ങാണ്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടാ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ അപ്പൊ ഞാൻ പോയിക്കോട്ടെന്നെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് മറ്റേത് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികള് എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച്, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ആ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസിഡറേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ ഇതിന്റെ വരുന്നത്. ഇല്ലില്ല, അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു, ക്വാറന്റൈനിലുള്ള. അവിടെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം, എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിയേറ്റിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും. അതായത് സ്ഥലത്ത് കാണത്തില്ലട്ടോ, ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാനോ? നീ എന്താ ഈ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ, ഞാനിപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. ില്ലേ മുകേഷിന്റെ സംസാരം കേട്ടാൽ മുകേഷ് ഒരു 18-19 വയസ്സൊക്കെ ഉള്ള ഒരു ടീനേജ് ആൺകുട്ടിയുടെ രീതിയിലുള്ള ഒരു സംസാരമാണ് അയാളുടേത്. ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. ഇപ്പം വെയിറ്റ് ചെയ്യായിരുന്നു അവള് കാണാൻ പറ്റാത്തതിലങ്ങ് വിഷമിച്ച് പല മീറ്റിങ്ങുകളൊക്കെ ക്യാൻസലാക്കി. ഇങ്ങനെ അശ്വതിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. നിനക്കൊന്ന് പറയാൻ മേലായിരുന്നോ, അതോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള എന്താ ഒരു ഉളുപ്പില്ലേ? ഒരു 50 വയസ്സിന് മേളിൽ എന്തായാലും പ്രായമുണ്ട്. മക്കള് കല്യാണം കഴിച്ചു. ഇപ്പം മക്കളും കാണും, പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു വിലയ്ക്ക് ജീവിക്കേണ്ട മനുഷ്യനാണ് ഇത്രയും അധപ്പതിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ അശ്വതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഹണി ട്രാപ്പ് രീതിയിലാണ് എനിക്ക് അവിടെ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് അശ്വതിയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും ഇതുപോലെ തമ്മിൽ ഒരു ട്രാപ്പിൽ പെടുത്തിയത് തന്നെയാണ്. ഇവർ തമ്മിൽ ഇതുപോലെ കണ്ടൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇയാൾ ചോദിക്കുന്നു, കടകംപള്ളി ചോദിക്കുന്നു, എനിക്ക് കാണണം, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, നീ എന്നാ ഇന്നലെ വരാഞ്ഞത്, ഇന്ന് വരാത്തത് എന്താ
അപ്പം അശ്വതി പറയുന്നു ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. നേരാണോ? അതെ നേരാ, ഞാൻ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നാളെ വരുമോ? നാളെ എന്തായാലും വരും. പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരിക്കലും ഇത് പുറത്തറിയാൻ പറ്റുകയില്ല, വിശ്വസിക്കാമല്ലോ. പിന്നെ എന്നെ വിശ്വസിച്ച ആൾക്കാരെ ഞാൻ ചതിക്കുന്ന ആളല്ല എന്ന് അശ്വതി പറയുന്നു. അന്നേരം പറയുന്നു നാളെ മഴയാണെങ്കിൽ എന്നാ ചെയ്യും? അപ്പോൾ അന്നേരം അശ്വതി പറയാ എന്നാ ഞാൻ വരും, എന്തായാലും വരും. നിങ്ങൾക്ക് റെയിൻകോട്ടില്ലേ? റെയിൻകോട്ട് ഉണ്ടായിരുന്നു, ചീത്തയായിപ്പോയി. ഒരു റെയിൻകോട്ട് വാങ്ങണം. വാങ്ങിയിട്ട് എന്തായാലും അങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് എന്നാ മഴയാണെങ്കിലും എന്നെ കാണാൻ വരണം, ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഈ മനുഷ്യന് വേറെ ഒരു കിളവനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളുടെയൊക്കെ ഒലിപ്പീര് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരാമാതിരി അറപ്പാവുകയാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ വെറും സ്ത്രീലമ്പടന്മാരെന്ന് പറയാം. അപ്പോൾ ഇവളും കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള വ്യക്തികളെ ഒരു സ്ഥാനവും ഒക്കെ ഉള്ള സാമ്പത്തികമൊക്കെ നോക്കി അങ്ങനെ ട്രാപ്പിൽപ്പെടുത്തുക. ഫോൺ കോളൊക്കെ ഇവള് ന്യൂട്രി ചിലപ്പോൾ റെക്കോർഡ് ചെയ്യും, ഇത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യും. നാളെ അവരൊക്കെ ഒരു പൊസിഷനിലുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ ഇത് വെളിപ്പെടുത്തുവാണെങ്കിൽ നാണക്കേടാകുകയില്ലേ? അപ്പോൾ അത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന ഇവളും ചിന്തിച്ചിട്ടുണ്ട്. ഇവളുടെ പ്രധാന ഹോബി ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ അവൾക്കത് പുത്തിരിയല്ല. അപ്പോൾ അങ്ങനെയാണ്, ഇതുപോലെ തന്നെയാണ് മുകേഷിൻ്റെ കാര്യവും. എന്തോന്നു മുകേഷ് പിന്നെ ഒരു താല്പര്യ കക്ഷിയാണ് ഈ വിഷയത്തിൽ. ഇവളും അതുപോലെ തന്നെ താല്പര്യമുള്ളിടത്താണല്ലോ അങ്ങോട്ട് ചായുമ്പോഴേ ഇങ്ങോട്ടും ചായാൻ തോന്നുള്ളൂ, അല്ലാതെ ഒരു ചാഞ്ഞയുടെ ഇടമില്ലാതെ ആരും ചായാൻ പോവുകയില്ല. അപ്പോൾ അങ്ങനെ തോന്നിക്കുന്ന സംഭാഷണം, ഇവർ തമ്മിൽ അത്രയും അടുപ്പമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരങ്ങൾ. എന്നുവെച്ചാൽ ചെറുപ്പക്കാർ പറയുന്ന രീതിയിലാണ് അങ്ങ് അളിഞ്ഞങ്ങ് സംസാരിക്കുകയാണ് മുകേഷ്. കാണാനത്ര, ഞാനതുകൊണ്ട് ഭക്ഷണം പോലും കഴിച്ചില്ല, അത്ര ഇതാണ്. സ്വന്തം ഭാര്യയെ, 2 മക്കളുടെ അമ്മയാണ് അയാളുടെ. 2 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്നൊന്നും അയാൾ ചിന്തിച്ചിട്ടില്ല. അയാൾക്ക് വേറെ എവിടെയോ കിടക്കുന്ന അവളുമാർ, ഞാൻ ഭക്ഷണം അവളെ കാണാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല, ഇത്രയും നേരമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അവളും പറയാം, അശ്വതിയും പറയാം, ഞാനും ഭക്ഷണം കഴിച്ചില്ല. എന്തും നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ മനുഷ്യ? നിങ്ങൾക്കൊക്കെ എന്തിനിങ്ങനെ ജീവിക്കുന്നു? ഇതുപോലെ നാണം കെട്ട്, ഇതിപ്പോൾ ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളാണ് ഈ മുകേഷിനെ കുറിച്ച്. ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നമുക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം കൊല്ലംകാർ വെറുക്കുമായിരിക്കും, ഇയാളെ ആക്കിയാണ് വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ച്. ഇനി ജീവിതത്തിൽ ഇയാൾ കൊല്ലത്ത് ഇലക്ഷന് നിന്നിട്ടുണ്ടെങ്കിൽ ആളുകളുടെ തനി നിറം അറിയും. ഈ സൈസ് രീതിയിലുള്ള നാണക്കേടുകൾ കേൾപ്പിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഇനി ഒരു മനുഷ്യരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല. നിങ്ങളുടെ ലോക തോൽവിയാണെന്ന് പറയാം. ഈ കൊല്ലംകാരുടെ ലോക തോൽവിയാണ് ഈ മുകേഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇലക്ഷനെ നിർത്തി വിജയിപ്പിക്കുന്നത്. ഇതിലും ഭേദം പോയി തെണ്ടുന്നതാണ്. അതാണ് ഇതിലും ഭേദം. എന്തിനാണ് ഇങ്ങനെ ഈ സൈസ് രീതിയിൽ നാണം കെട്ട് ജീവിക്കുന്നത്? 2 സ്ത്രീകളുണ്ടായിരുന്നു, അതും പോരാഞ്ഞിട്ട് ഇപ്പം വയസ്സാം കാലത്ത് വീണ്ടും സ്ത്രീകളെ തപ്പി നടക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇയാൾ പോകുന്നത്. അപ്പം അവളെ സംബന്ധിച്ച് ഇതൊരു ട്രാപ്പിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തികമുള്ള ആളുകളെ പിടിച്ചാൽ കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് തോന്നുന്നത്.